ഇന്നലെ പറഞ്ഞു വെച്ചത് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ ടീമിനെയും ഓരോ വിഭാഗത്തെയും നരകത്തിലേക്ക് ഇടുമ്പോൾ സഅലഹും ഖസനതുഹാ, അവരോട് നരകത്തിനെ കാക്കുന്ന മലക്കുകൾ ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവർ വന്നിട്ടില്ലയോ? നിങ്ങൾക്ക് നരകത്തിനെ കുറിച്ച് പറയുന്ന, സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന നബിമാർ, അമ്പിയാക്കൾ വന്നിട്ടില്ലയോ? ഖാലൂ, അവർ പറയും, ബല, അതേ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നരകത്തിനെ കുറിച്ച് പറയുന്ന, സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന അമ്പിയാക്കന്മാർ, അതേപോലെ ആലിമീങ്ങൾ വന്നിട്ടുണ്ട്. ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീത് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഏറ്റു പറയും. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഫകദ്ദബ്ന, ഞങ്ങൾ അവരെ കളവാക്കി, ഞങ്ങൾ അവരെ വിശ്വസിച്ചില്ല, അവർ പറഞ്ഞത് ഞങ്ങൾ എന്താക്കിയില്ല, വിലക്കെടുത്തില്ല. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ കളവാണ്, നിങ്ങൾ പറയുന്ന കാര്യവും കളവാണ്, നിങ്ങളാണ് ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളാണ് ഒഴിയേടില്, നിങ്ങളാണ് ദുർമാർഗത്തില്, നിങ്ങൾ പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വഖാലു, ആ സത്യനിഷേധികൾ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ ദുനിയാവിൽ അവർ പറയുന്നതിനെ കേട്ടിരുന്നെങ്കിൽ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ അമ്പിയാക്കന്മാർ അല്ലെങ്കിൽ ആ പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ ആ പറയുന്നത് ഞങ്ങൾ ദുനിയാവിൽ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ കടക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകൂലായിരുന്നു. പക്ഷെ ഞങ്ങൾ കളവാക്കി, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അവരുണ്ടാക്കില്ല, വിശ്വസിച്ചില്ല, ഞങ്ങൾ അവരെ കളവാക്കി. മാത്രമല്ല അന്നത്തെ സമയത്ത് അവർ സമ്മതിക്കും, ഫഅതറഫൂ ബിദംബിഹിം, അവർ ആക്കിയതെല്ലാം തെറ്റാണ് എന്ന് അന്നെന്താക്കും, അവർ സമ്മതിക്കും. പക്ഷേ കാര്യമില്ല, അന്ന് സമ്മതിച്ചിട്ട് കാര്യമില്ല. ഫസ്ഹഖൻ ലിഅസ്ഹാബിസ് സഈർ, അന്ന് അല്ലാഹു തആല പറയും, പോടാ, നീ എന്താണ് ഏറ്റു പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് ചിന്തിക്കാൻ, നിനക്ക് അവർ പറഞ്ഞ് കേൾക്കാനുള്ള നീളമായ ആയുസ്, നീണ്ട ആയുസ് ഞാൻ തന്നിരുന്നു, പക്ഷെ നീ ആ സമയത്തൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് ഫസ്ഹഖൻ ലിഅസ്ഹാബിസ് സഈർ, പോടാ, നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്തില്ല എന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് എന്താക്കും, വലിച്ചെറിയും. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ ആയത്തിൽ പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട്, നമ്മളെ സൂറത്ത് തീരാൻ സാധ്യമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള ഒരു ആയത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, ജഹന്നമാകുന്ന നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വൃന്ദാക്കപ്പെടും, കൊണ്ടുവരപ്പെടും കാഫിരിങ്ങളെ. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, അവരെ ഗുംപ് ഗുംപായിട്ട് ജഹന്നമാകുന്ന നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടും. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ നരകത്തിലേക്ക് എത്തിയാൽ, ആ ജഹന്നമാകുന്ന ആളിക്കത്തുന്ന നരകത്തിലേക്ക് എത്തിയാൽ, ഫുത്തിഹത് അബ്വാബുഹാ, നരകത്തിന്റെ ഡോറുകളെ അവർക്ക് തുറന്നു കൊടുക്കപ്പെടും, നരകത്തിന്റെ ഡോറുകൾ അവർക്ക് തുറന്നു കൊടുക്കപ്പെടും. വക്കാല ലഹും ഖസനതുഹാ, അവിടെ വെച്ച് ആ നരകത്തിനെ കാക്കുന്ന ആ സബാനിയായ മലക്കുകൾ, അതായത് മാലിക് അലൈഹിസ്സലാം കൂടെയുള്ള അദ്ദേഹത്തിന്റെ മലക്കുകളും ചോദിക്കും, അലം യഅ്തികും റുസുലും മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ, ജിന്നുകളല്ല അല്ലാഹു അയച്ചത്, മലക്കുകളല്ല അയച്ചത്, നിങ്ങളെ കൂട്ടത്തിനിട്ട് മുർസലിങ്ങൾ വന്നിട്ടില്ലയോ? അലം യഅ്തികും, നിങ്ങൾക്ക് വന്നിട്ടില്ലയോ? റുസുലും മിൻകും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരാകുന്ന മുർസലിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലയോ? എങ്ങനത്തെ മുർസലിങ്ങൾ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാ യൗമിക്കും ഹാദാ,
നിങ്ങൾക്ക് അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരുന്ന, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു തരുന്ന, വയുൻദിറൂനകും ലിഖാ യൗമിക്കും ഹാദാ, നിങ്ങൾ ധിക്കരിച്ച് നടന്നാൽ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയപ്പെടും എന്ന് അറിയിക്കുന്ന, ഓതിത്തരുന്ന നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുർസലീങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലയോ എന്ന് അവരെ പരിഹസിച്ചുകൊണ്ട്, ഈ ചോദിക്കുന്നത് അവർക്കറിയില്ല, അറിയും, അവരെ പരിഹസിച്ചുകൊണ്ട് ഒന്നും കൂടി അവർക്കുള്ള അസാബിനെ ജാസ്തിയാക്കാൻ വേണ്ടി ആ സബാനിയായ മലക്കുൽ ചോദിക്കും, നിങ്ങൾക്ക് മുർസലീങ്ങൾ വന്നിട്ടില്ലയോ? ഖാലു, അപ്പോൾ സത്യനിഷേധികൾ പറയും, ബല, വന്നിട്ടുണ്ട്. തഅത്തറഫു ജലിലെ അതേ വിഷയമാണ്. തഅത്തറഫു ബിദംബിഹിം, അവർക്കുള്ള ദോഷങ്ങൾ അവർ ഉണ്ടാക്കും, അന്ന് ഏറ്റു സമ്മതിക്കും. അതേപോലെ അവർ പറയും, ഖാലു ബല, അവർ വന്നിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചില്ല, ഞങ്ങൾ അവരെ കൊല്ലാൻ പോയി, നാട്ടിൽ നിന്നിട്ട് പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, ചില അമ്പിയാക്കന്മാരെ കൊല്ലാൻ വേണ്ടി പോയി എന്നല്ലാതെ അവരെ വിശ്വസിച്ചില്ല. അപ്പോൾ വലാകിൻ ഹഖ്ഖത്ത് കലിമത്തുൽ അസാബ് അലൽ കാഫിരീന, സത്യനിഷേധികൾക്കുള്ള മേലെ അതാ അള്ളാഹുവിന്റെ അസാബ് എന്താ ഉറപ്പാണ് എന്നുള്ള ആ വചനം, ആ വാക്ക് സത്യമാണ്. അതുകൊണ്ട് ഖീല ദഖുലു, അവരോട് പറയപ്പെടും, അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഇസ മത്വൽ മുതകബ്ബിരീൻ, നിങ്ങൾ നരകത്തിലേക്ക് പോവുക, നിങ്ങൾ ആ നരകത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായ എന്താണ് സ്ഥലമാണത്. ഫബിഇസ മത്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾ താമസിക്കുന്ന, അഹങ്കാരികളുടെ ധിക്കാരികളുടെ പാർപ്പിട സ്ഥലമാണ് നരകം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുമറിൽ നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി പറഞ്ഞതുപോലെ എല്ലാ സമയത്തും നരകത്തിന്റെ അസാബ് നിങ്ങൾ കാവൽപ്പാടിനെ ചോദിക്കണം. നിസ്കാരത്തിൽ 4 കാര്യം നിർബന്ധമായിട്ട് തഹിയ്യാത്തിൽ ചോദിക്കണം, അല്ലെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബ്രി വമിൻ അസാബിൻ നാർ, നരകത്തിന്റെ അസാബ് നിട്ട് കാവലിനെ ചോദിക്കുന്നു. അതേപോലെ ഖബറിന്റെ അസാബ് കാവലിനെ ചോദിക്കുന്നു. അതേപോലെ റമളാന്റെ 4 കാര്യം അധികരിപ്പിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, സ്വർഗ്ഗം ചോദിക്കുന്നു അല്ലാഹ്, നരകത്തിന്റെ അസാബ് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്. ഇത് റമളാൻ ജാസ്തിയാക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എല്ലാ സമയത്തും നരകത്തിന്റെ അസാബ് നിട്ട് റബ്ബിനോട് കാവൽപ്പാടിനെ ചോദിക്കുന്നു. ഇനി പറയുന്നത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഏത് ഖുർആൻ എവിടെയും നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പ സ്വർഗത്തിനെ കുറിച്ച് പറയും, സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പ നരകത്തിനെ കുറിച്ച് പറയും. ഇപ്പോൾ ഇതുവരേക്കും പറഞ്ഞത് ധിക്കാരികളാകുന്ന സത്യനിഷേധികൾക്ക് നരകമുണ്ട്, ആ നരകത്തിനെ കുറിച്ചിട്ടാണ് ഇതുവരേക്കും പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, അതാ റബ്ബിൽ ഗൈബി, റബ്ബിനെ പേടിക്കുന്നവർക്കുണ്ട്, മഗ്ഫിറത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പഠിക്കാം. ഇനി വിശദീകരണം കുറച്ച്, ഇതൊരായത്തിന് കുറച്ച് വിശദീകരണം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താക്കാം, ഇതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താക്കാം, സൂറത്ത് നമുക്ക് കേൾക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് വേണ്ടി